പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നോക്കും, തീരും. എന്നാൽ വീണ്ടും അടുത്തയിടത്ത് ഇതേ പ്രശ്നം വരും. പറഞ്ഞു വരുന്നത് മാലിന്യത്തെക്കുറിച്ചാണ്. മാലിന്യ പ്രശ്നം ഒഴിയാതെ തലസ്ഥാനം. അറവ് മാലിന്യങ്ങളുടെ ഡംപിംഗ് യാർഡായി കഴക്കൂട്ടം, കാരോട്, നാഷണൽ ഹൈവേ 66. കേരള തമിഴ്നാട് അതിർത്തിയായ ചെങ്കവിള ഭാഗത്ത് ലോഡ് കണക്കിന് അറവ് മാലിന്യം ഇരുട്ടിന്റെ മറവിൽ തള്ളുകയാണ്. മാലിന്യം തള്ളൽ പതിവായതോടെ ഉറക്കമിളച്ച് കാവലിരിക്കുകയാണ് നാട്ടുകാർ. അഷിൻ ഡിയാഗോ തയ്യാറാക്കിയ അവിടുത്തെ കാഴ്ച നമുക്കൊന്ന് കണ്ടുവരാം. കേരളം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന ബോർഡാണ് എനിക്ക് പിന്നിലുള്ളത്. ഇനി കേരളത്തിലേക്ക് എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ന കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് നിറയെ കോഴിയുടെ അവശിഷ്ടങ്ങളാണ്. കോഴിയെ അറവ് ചെയ്തതിന് ശേഷമുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥ. ഈ സ്ഥലം കാരോട് ബൈപ്പാസ് ഏതാണ്ട് അവസാനിക്കുന്ന ചെങ്കവിള എന്ന പ്രദേശത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. തമിഴ്നാട് കേരള അതിർത്തി കൂടിയാണ് ഇവിടെ ആദ്യമായി വരുമ്പോൾ കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ ഈ റോഡ് മുഴുവനായി കിടക്കുന്ന ഇറച്ചി മാലിന്യങ്ങളാണ്, അറവ് മാലിന്യങ്ങളാണ്. അറവ് മാലിന്യങ്ങൾ മാത്രമല്ല, നേരത്തെ കക്കൂസ് മാലിന്യങ്ങളടക്കം ഇവിടെ തള്ളാറുണ്ട് എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പരാതി. ഏകദേശം ഇത് മുതൽ ഈ അറ്റം വരെ വേസ്റ്റ്, ആ സൈഡും വേസ്റ്റാണ് ഇടുന്നത്. കൂടുതലും ചിക്കൻ്റെ വേസ്റ്റാണ് കൊണ്ടിടുന്നത്. 12 മണിക്ക് ശേഷമാണ് ഇവർ കൊണ്ടിടുന്നത്. പഞ്ചായത്ത് ഒരു പ്രാവശ്യം കൊടുത്തു, അവർ വന്ന് നോക്കി അതിനുള്ള കംപ്ലയിൻറ്റ് കൊടുത്തു. അവരാണ് വന്ന് ഇവിടുത്തെ മണ്ണിടാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ അവർ വന്ന് മണ്ണിട്ടു. അടുത്ത് പിന്നും അവർ ഇതേപോലെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ക്യാമറ ഫിറ്റ് ചെയ്താൽ, ഗവൺമെൻറ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കും. ഈ ഭാഗത്തായി മുഴുവനായി തന്നെ ഇത്തരത്തിൽ കോഴി മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ. അതുപോലെ തന്നെ ഈച്ചകളും തെരുവുനായ ശല്യവും അതിരൂക്ഷമാണ്. കാരണം ഈ ഇറച്ചി കഷ്ണങ്ങളെല്ലാം കടിച്ച് തെരുവുനായ്ക്കൾ റോട്ടിലേക്ക് ഇറങ്ങുന്നതും ഈ അതുവഴി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഒരു പതിവ് കാഴ്ചയായിരിക്കുകയാണ്. പോലീസിന് നമ്മൾ പരാതി കൊടുത്തു, പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. അവസാനം വോളണ്ടിയറായിട്ട് നാട്ടുകാരുമായിട്ട് ചേർന്നാണ് ഞങ്ങളിത് കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ കർശനമായ പരിശോധനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നിയമ നടപടി, അത് വാഹനങ്ങളുടെ പേരിലായാലും കൊണ്ടുവരുന്നവരുടെ പേരിലായാലും എടുക്കണം. ആ കാര്യത്തിൽ ഒരു പരാജയമാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഒരു ലൈറ്റ് സംവിധാനം അവിടെ ചെയ്യുവാനും കഴിയില്ല. ഞാനും മറ്റുള്ള മെമ്പേഴ്സൊക്കെ, ആ പരിധിയിൽ വരുന്ന മറ്റ് മെമ്പേഴ്സ് എല്ലാവരും കൂടി തന്നെയാണ് ഈ പഞ്ചായത്ത് കമ്മലിൽ ഒത്തിരി പ്രാവശ്യം പരാതി നൽകിയിട്ടുള്ളതാണ്. തീരുമാനമെടുത്ത് അതാത് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. രാവിലെ ആളുകളൊക്കെ ഇതുവഴി നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇവിടെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ സുഖമായി ഇവിടെ രാവിലെ പ്രഭാത സഭയ്ക്കൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്ങലിനൊപ്പം റിപ്പോർട്ടർ അഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡിനെ തൊട്ടുമുന്നിൽ ആർക്ക് വേണമെങ്കിലും കാണാം. അധികൃതർ കണ്ടില്ല എന്ന് നടിക്കേണ്ട, ആർക്കും കാണാവുന്ന തരത്തിലാണ് ആ മാലിന്യം കിടക്കുന്നത്.